കരയുന്നുണ്ട്. എന്നിട്ടും ദൈവം മൗനം മാത്രമാണ്. എന്നാൽ യാതൊരു രക്ഷയുമില്ലാതെ ആ ഒരു നിമിഷത്തിൽ ഒടുവിൽ അത് തന്നെ സംഭവിക്കുകയാണ്. അവൾക്ക് അവളുടെ അപ്പനെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ കുട്ടി വളരെ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവം ഒന്ന് പ്രവർത്തിച്ചാൽ മതി, എൻ്റെ അപ്പൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒടുവിൽ അവൾക്ക് അവളുടെ അപ്പനെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അവൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന്. നമ്മുടെ ജീവിതത്തിലും ഏതാണ്ട് ഇത്തരം സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ മെസ്സേജ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലാണ് അത് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒന്നുകിൽ ആ ഫ്രണ്ട് ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഫ്രണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനോട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലായിരിക്കാം നമ്മൾ വായിച്ചെടുക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് എന്ന് വെച്ച് ദൈവം നമ്മളിൽ നിന്ന് അകലാനല്ല ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ദൈവം നമ്മളോട് കൂടെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം സമീപസ്ഥനാണ്. ദൈവത്തിൻ്റെ ആ നിശബ്ദതയുടെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ തന്നെയാണ്. ദൈവം നമ്മളെ കാണുന്നുണ്ട്, കൂടുതൽ സമയം നമ്മളോട് കൂടെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ജോബിന്റെ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ജോബിന്റെ ഭാര്യയും മക്കളെയും സമ്പത്തും അതുപോലെ വീടും കന്നുകാലികളും ഒക്കെ നഷ്ടപ്പെട്ടു. സ്വന്തം ശരീരം പോലും വ്രണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനി ആത്മാവ് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. ആ ഒരു അവസ്ഥയിൽ പോലും ജോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നീ മൗനം പാലിക്കുന്നത്? പക്ഷേ ജോബ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നുണ്ട്. യാതൊരു പ്രലോഭനങ്ങളിലും വീഴാതെ ദൈവത്തോടൊപ്പം, ദൈവത്തോടു കൂടെ നിശബ്ദമായി തന്നെ, എന്നാൽ ചോദ്യങ്ങളോട് കൂടി തന്നെ ജോബ് ദൈവത്തോടു കൂടി ആയിരിക്കുന്നുണ്ട്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആകേണ്ടത്? സിറ്റുവേഷൻസ് പലതും ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള നിമിഷങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ദൈവത്തിൻ്റെ നിശബ്ദതയുടെ അർത്ഥം ദൈവം സമീപസ്ഥനാണ് എന്നതാണ്. ഏറ്റവും അടുക്കലാണ്, ദൈവം നമ്മോടൊപ്പമാണ്. പക്ഷെ ദൈവം നോക്കുന്നത് ഒരേ ഒരു കാര്യം, എത്ര ദൂരം, എത്ര സമയം നിനക്ക് നിശബ്ദമായിട്ട് എൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എത്ര ദൂരം നിനക്ക് എന്നോട് കൂടെ യാത്ര ചെയ്യാൻ പറ്റും? ഓടി അകലുകയല്ല വേണ്ടത്, നേരെ മറിച്ച് ദൈവത്തോടു കൂടെ ആ സമയങ്ങളിലെല്ലാം ദൈവത്തോടു കൂടെ ആയിരിക്കുകയാണ് വേണ്ടത്. പല പ്രലോഭനങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഓടി അകലാതെ ദൈവത്തോടു കൂടിയായിരിക്കുന്ന ആ വേളയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നിശബ്ദതയിലൂടെ സംസാരിക്കുന്നത്.